Hi, hello guys, welcome back to another video. So another video is very important for those who are coming to Canada on visitor basis because visiting visa ഇല്ല വന്നിട്ട് LMIയെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ LMI എക്സംപ്റ്റ് ജോബ് ഓഫർ ഉള്ള ഒരാൾക്ക് മാത്രമേ പിന്നെ ജോലിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ ഒരു പ്രോസസ്സ്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ജോലിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് പിന്നെ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റ് വേണമായിരുന്നു. ആ വർക്ക് പെർമിറ്റ് അങ്ങനെയുള്ള ആളുകളുടെ കേസസിൽ അവർക്ക് ഇൻസൈഡ് കാനഡയിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷേ ആ റൂള് മാറ്റി. ആക്ച്വലി 3 രീതിയിൽ ഇതുവരെ അപ്ലൈ ചെയ്യാമായിരുന്നു. ഒന്ന്, ഇൻസൈഡ് കാനഡയിൽ നിന്ന് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം ജോബ് ഓഫറിൽ എലിജിബിൾ ആയിട്ടുള്ളൊരു വിസിറ്ററിന്. അല്ലെങ്കിൽ ഫ്ലാഗ് പോളിങ്, US കാനഡ ബോർഡറിൽ പോയി ഫ്ലാഗ് പോൾ ചെയ്ത് കാനഡ ബോർഡർ ഓഫീസേഴ്സിൻ്റെ അടുത്തുനിന്ന് വർക്ക് പെർമിറ്റ് ഡയറക്റ്റ്ലി മേടിക്കാമായിരുന്നു. ഓർ നാട്ടിൽ തിരിച്ചു പോയിട്ട് നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റ് ഇട്ട് വർക്ക് പെർമിറ്റിന് ആപ്ലിക്കേഷൻ ഇട്ട് വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം തിരിച്ചു വരാമായിരുന്നു. സോ ഇങ്ങനെ 3 ഓപ്ഷൻസ് ആയിരുന്നു. പ്രീ കോവിഡ് ടൈമിൽ ആകെ ഈ 2 ഓപ്ഷൻ ഉള്ളായിരുന്നു. ഇൻസൈഡ് കാനഡയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വരുന്നവർക്ക് ഇൻ്റർനാഷണലി തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അവർ പോയിട്ട് വർക്ക് പെർമിറ്റിന് കിട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഇവർ ഇങ്ങനൊരു പോളിസി കൊണ്ടുവന്നത്. വിസിറ്ററിൽ നിൽക്കുന്ന ഒരാൾക്ക് ലീഗൽ ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എലിജിബിൾ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അവർക്ക് അകത്തുനിന്ന് തന്നെ അപ്ലൈ ചെയ്യാമായിരുന്നു. അങ്ങനെ അത് ആണ് ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാമിനെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇത് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ടുള്ള ഒരു 100 വിസിറ്റേഴ്സ് അല്ലെങ്കിൽ 200 വിസിറ്റേഴ്സ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ യൂണിക് സ്കില്ലുള്ളവർക്ക് LMI കിട്ടുന്നവർക്ക് വർക്ക് പെർമിറ്റ് കൊടുത്ത് അവരെ വർക്ക് ചെയ്യാൻ ഇവിടെ എടുക്കാം എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് സൈഡിൽ നിന്ന്. പക്ഷേ ഈ പ്രോഗ്രാം ഒരുപാട് ഏജൻസികൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലൈക്ക് നാട്ടിൽ തന്നെ ഒരു റൂമർ, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ തന്നെ ഒരു റൂമർ സ്പ്രെഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ വിസിറ്റർ വിസ എളുപ്പമാണ്. വിസിറ്റർ വിസയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിൽ കയറാം. സോ അങ്ങനൊരു ടോക്കല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാലും LMIയെ ജോബ് ഓഫർ അല്ലെങ്കിൽ LMI എക്സംപ്റ്റ് ജോബ് ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ സ്പെസിഫിക്കലി ഉള്ള ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇതറിയത്തില്ല പലർക്കും. ഏജൻസിക്കാർ മാർക്കറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസിറ്റിംഗ് വിസയിലൂടെ വന്നൊരു ജോലി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലി തരാൻ എംപ്ലോയർ വില്ലിങ് ആയാൽ വർക്ക് പെർമിറ്റ് ഇടാം. അങ്ങനെ വിസിറ്റർ വിസ 5,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ മാക്സിമം എക്സ്പെൻസ് വരുന്ന ഒരു വിസിറ്റർ വിസയ്ക്ക് 5 ലക്ഷം രൂപ വരെ ഏജൻസിക്കാർ വാങ്ങിയിട്ട് കാനഡയിൽ ഇഷ്ടംപോലെ ആളുകളെ കൊണ്ടുവന്നു. അവരെ കയറ്റി വിട്ടു. വിസിറ്റർ വിസയിൽ അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു രീതിയിലും ജോബ് ഓഫർ കിട്ടാതെ തേരാപാര നടന്ന് കയ്യിലെ കാശും പോയി വഞ്ചിക്കപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ ആളുകൾ എത്തിയ സിറ്റുവേഷൻസ് ഗവൺമെൻറ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇങ്ങനെ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തവരുള്ളവർ കാണുമായിരിക്കും. അവർ റെഫ്യൂജി ക്ലെയിം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഇവിടുത്തെ പോപ്പുലേഷൻ ക്രൈസിസ് കൂടാനൊരു ഫാക്ടറായി ബൈ ദിസ് പ്രോഗ്രാം. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്, ബാക്ക് ടു ഓൾഡ് ഡേയ്സ്. എന്ത് തന്നെയാണെങ്കിലും നാട്ടിൽ നിന്ന് വിസിറ്റർ വിസയിൽ ഇനി വരുന്നവർ, പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റർ വിസ വന്നു കഴിഞ്ഞാൽ വെറുതെ ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു സർവൈവ് ഹിയർ. സോ എന്ത് തന്നെയാണെങ്കിലും ഇനി ഇങ്ങനെയുള്ള കെണികളിലോ വഞ്ചനയിലോ പോയി ചാടാതിരിക്കാൻ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. I'll see you back in another video. Bye.